ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഷദ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം തന്നെ എനിക്ക് കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു ബ്രെഡിനെ കൊണ്ടുള്ള ഒരു റെസിപ്പി ഞാൻ ചെയ്ത് നോക്കി. അത് നല്ല സക്സസ്ഫുള്ളായി. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിൻ്റെ പേര് ബ്രെഡ് മക്രോണി ലസാഗ്നയാണ്. അടിപൊളിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. നല്ല അടിപൊളി സാധനമാണ്. നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ റെസിപ്പിയിലേക്ക് എടുക്കാം. അതിനാവശ്യം ബ്രെഡ്, പിന്നെ മക്രോണി വേണം, പിന്നെ ചീസ് വേണം, പിന്നെ വൈറ്റ് സോസ് വേണം, പിന്നെ നമുക്ക് ക്യാരറ്റ് വേണം, ക്യാബേജ് വേണം, പിന്നെ ചിക്കനും വേണം. നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഞാൻ ആക്കാൻ പോകുന്നത് വൈറ്റ് സോസ് ആണ്. അതിനാവശ്യം മയോണൈസ്, കേർഡ്, പിന്നെ സോസ്. ഇനി നമുക്ക് എല്ലാം മിക്സിയിലിട്ടിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് മിക്സിയിലിട്ട് നമുക്കിത് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. അതിനാവശ്യമായ ക്യാരറ്റും കാബേജും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പാസ്ത വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ചോപ്പ് ചെയ്ത് വെച്ചത്. നമുക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്യാം. നമുക്ക് ഡിഷ് തയ്യാറാക്കാം. അതിന് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ് ആദ്യം ഇതിന് മേലെ വെക്കാം. എന്നിട്ട് എല്ലാവരും നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ ബ്രെഡ് നമുക്ക് ഈ വൈറ്റ് സോസ് ഈ ബ്രെഡിൻ്റെ മേലെയും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിൻ്റെ മേലെയായിട്ട് സ്പ്രെഡ് ചെയ്യാം. നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റും ക്യാബേജും കുറച്ച് വൈറ്റ് സോസും കൂടി മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാം. നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് അടുത്തതായി വൈറ്റ് സോസ് ഈ ചീസിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം. ഇനി അടുത്ത ലെയർ ബ്രെഡ്. ഇത് നേരത്തെ മാതിരി തന്നെയാണ്. ഇതിൻ്റെ മേലും ഇനി വൈറ്റ് സോസ് നേരത്തെ പോലെ തന്നെയാണ്. അതിനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റെങ്കിലും കുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ലോണം ചീസെല്ലാം മെൽറ്റായിട്ടുണ്ട്. ചീസെല്ലാം ഇങ്ങനെ നല്ല മെൽറ്റ്
സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ബാക്കി. ഇത് നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി എൻ്റെ ബ്രദർ മാസി ടേസ്റ്റ് നോക്കിയിട്ട് പറയും. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ്. സൂപ്പർ സൂപ്പർ. ഞാൻ ഈ ഡിഷ് കഴിച്ചു. വളരെയധികം ടേസ്റ്റിയാണ്. ആദ്യം കരുതി ഇത് പ്ലേറ്റിൽ കണ്ടേരം കുറച്ചേ ഉള്ളൂ. നമുക്കിതിപ്പോൾ ഈ ഡിന്നർ കഴിച്ചിട്ട് വയറ് ഫുള്ളാവോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഇത് കഴിച്ചേരം അൽഹംദുലില്ലാ ഭയങ്കര ടേസ്റ്റ്. താങ്ക് യു ജഹീറ, താങ്ക് യു ഷദ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ അമ്മായിയാണ്. അമ്മായിക്ക് താങ്ക്സ്. പിന്നെ ഇത് എൻ്റെ ബ്രദറും അങ്കിളും ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.